ഇത്ര ദിവസമായിട്ട് നമുക്കൊന്ന് പൂവിടാൻ പറ്റിയിട്ടില്ലേന്നു. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാ പൂവ് ഇടാനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ തറമയ്ക്ക് പൂവിടാൻ അപ്പൂസ് നീച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തറ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ തറ ഒന്നും രാത്രി അടച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നലത്തെ പൂവാണ് ഇട്ടത്. അപ്പം അങ്ങനെ തലേ ദിവസം ഇട്ട പൂവ് പിറ്റേ ദിവസം ഇങ്ങനെ വാരിയിട്ട് ഞങ്ങൾ വീടിൻ്റെ മുകളിലേക്ക് എറിയലാണ് ചെയ്യൽ, ഓടിൻ്റെ മുകളിലേക്ക്. പക്ഷെ ഇപ്പോൾ ഓടില്ലാത്തതുകൊണ്ട് അവിടെ തങ്ങി കിടക്കൂലേ, അപ്പോൾ നമ്മൾ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും, അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ചവിട്ടാത്ത കാൽപാദം തട്ടാത്ത എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെക്കണം കേട്ടോ. അത് മുട്ട് മടങ്ങണില്ലേ, അപ്പോൾ പലകുണ്ട് നോക്കി. ചാണകമുണ്ട്, ചാണകം തേച്ചിട്ട് ഒന്ന് വലിയുമ്പോഴേക്ക് നമുക്ക് പൂവ് എത്തിക്കണം. പൂവ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ഇപ്രാവശ്യം പൂക്കൾ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒപ്പിച്ചിട്ട് അവിടെ പൂവിടും. തുമ്പയും മന്ദാരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. ഒന്നത് നമ്മൾ പൂവിടാനുള്ളൊരു പറ്റിയൊരു മാനസികാവസ്ഥ അല്ലേ ഇപ്രാവശ്യം വന്നത്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം മുതൽ 2-3 ദിവസം അത്തം തൊട്ട് 3 ദിവസം ഹോസ്പിറ്റലിലാണ്. ഇപ്രാവശ്യം നമ്മളെ ഓണം കഴിഞ്ഞിട്ട് ശരിക്കും ഓണത്തിൻ്റെ ആ ഡേറ്റിൽ തന്നെയായിരുന്നു അമ്മേൻ്റെ കീമോ പറഞ്ഞുള്ളത്. പക്ഷേ ഓണമല്ലേ, അപ്പോൾ ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഒഴിവാവും. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ഓണം കൂടി പരിഗണിച്ചിട്ട് 31-ാം തീയതിക്ക് ആണ് കീമോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓണം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. നബിദിനം ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ 25-ാം തീയതി നബിദിനം, ഉത്രാടത്തിൻ്റെ അന്ന്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഓണം കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുക, നമുക്ക് നമ്മൾ വിചാരിച്ച് കൊടുക്കാൻ പറ്റൂല. ഭയങ്കര ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ആർക്കും നീച്ചെടുക്കാൻ വയ്യ, ഇൻഫെക്ഷൻ വന്ന എല്ലാവർക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ചെയ്ത് എന്തായാലും നമ്മൾ ചെയ്യും. ചാണകമൊക്കെ തേച്ച് ഇങ്ങനെ വട്ടത്തിലും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ആ കഴിഞ്ഞ തവണയിലൊക്കെ പൂവ് ബാക്കിയായിട്ട് തറയ്ക്ക് പുറത്തേക്ക് കൂടി ഇട്ടേന്നു. പ്രാവശ്യം പുറത്തേക്കൊന്നും എത്തൂല, ഉള്ളിലേക്ക് തന്നെ അല്ല. ഒരു ദിവസം നമ്മൾ പൂവിടണ കാണിച്ചില്ലല്ലോ ഇല്ലേ? ഇപ്പൊ എത്ര ദിവസമായി? 4-ാമത്തെ ദിവസം. ഒക്കെ മറന്നു, ഓർമ്മല്ല. ദിവസങ്ങളൊക്കെ കുറച്ചായിട്ടുണ്ട്. പൂവിടണ കാണിക്കാൻ എല്ലാരും ഇൻഫെക്ഷൻ വന്ന് കിടക്കണം. അപ്പോൾ നമുക്ക് അതിനൊന്നൊരു ഓണാന്ന് തോന്നുന്നില്ല. നബിദിനൊന്നും അറിയണ്ടില്ല. അപ്പൊ വേറൊരു ആഘോഷമല്ലേ, നമുക്ക് മറക്കാൻ പറ്റൂല. വേണ്ട പോലെ ഇരിക്കാനും പറ്റണില്ല. കാലിന് വലിയ ബെൽറ്റ് ഇടാൻ പോവാണ് ഞങ്ങള്. ചെറിയ കളിയല്ലല്ലോ. 23-24 പോകട്ടോ. നമ്മളെ ഈ തിരക്കുകളൊക്കെ നമുക്ക് കഴിയട്ടെ. അടുത്തത് നമ്മൾ പൂവൊക്കെ പറിക്കാൻ പോവാണേ. പൂ ശേഖരണം. തെച്ചിപ്പൂവൊക്കെ ഉണ്ട്, വലിയ തെച്ചിപ്പൂവ്. ഈ പൂ ഓർമ്മ ഉണ്ടാ? നമ്മളെ പണ്ടൊക്കെ കാട്ടിക്കൂടെയൊക്കെ നടന്ന് പറിച്ചുണ്ടാക്കണ പൂച്ചെടി പൂവാണിത്. നല്ല രസമല്ലേ? ഇത് കുട്ടിയമ്മ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. കൊമ്പ് കൊണ്ടുവന്നിട്ട് അത് ഈ വഴി തന്നെ കണ്ടോ നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിനൊരു സമയം കാലമൊന്നുമില്ല, ഏത് സമയത്തും പൂക്കൾ അതുമേൽ. പൂച്ചെടിപ്പൂ ഒരു വേറെ കോലാണ് കേട്ടോ. കാരണം പണ്ടൊക്കെ സ്കൂളിട്ട് വന്നാലേ നേരെ പൂ പറിക്കാൻ പോകുമ്പോൾ ഈ തെച്ചിപ്പൂവും അതേപോലെ ഈ പൂച്ചെടിപ്പൂവാണ് നമ്മളെ പൂവിൽ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ മത്തമ്പൂവ്, കുമ്പളപ്പൂവ് അതൊക്കെ നിർബന്ധമായിട്ട് വേണ്ടത് കേട്ടോ. പക്ഷെ ആ സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല ഇവിടെ ഒന്നും. കുറച്ചങ്ങോട്ട് കാടാണ്, നിൽക്കാൻ പേടിയണേ. അത് ഇങ്ങനെ കാടാ. പിന്നെ നമ്മളെ കാവാണിത്, എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന നമ്മളെ അമ്പലം. ആരുമില്ല പൂ പറിക്കാനൊന്നും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിലേ പൂക്കൾ മത്സരല്ലേ, അതാണ്. തറവാട്ടിൽ കുട്ടിയമ്മയും കുട്ടിയച്ഛനുണ്ട്. കുട്ടിച്ചൻ കടയിൽ പോയിട്ടുണ്ടോ? കുട്ടിയമ്മ അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയാവും.
ഇനിയിപ്പോൾ കുട്ടികളെ പൂക്കൾ മത്സരമൊക്കെ വരണം. അപ്പോൾ പിന്നെ എല്ലാവരും ഓരോ കവറെടുത്ത് പൂ പറിക്കാണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഞാൻ ഇറങ്ങിയാൽ അപ്പോൾ ഒരു രസമാണ്. മറ്റേത് ഒറ്റയ്ക്ക് ഇങ്ങനെ പൂ പറിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഒരു ഇതില്ലല്ലോ. പിന്നെ അപ്പൂസ് കുട്ടിയാകുമ്പോഴേനും ഇതിനൊക്കെ ഉഷാറ് കേട്ടോ. ഓനെ കുട്ടിയുടെ സമയത്ത് ഒരു 3-4 കൊല്ലം ഞങ്ങൾക്ക് പൂടാൻ പറ്റിയിരുന്നില്ല. ഓരോ വർഷം ആരെങ്കിലും ആയിട്ട് മരിക്കുക. അപ്പോൾ വർഷം ആ കുട്ടിക്കകത്തൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. പിന്നെ മുതിർന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഓണം നമുക്ക് മുടങ്ങാതെ ഉള്ളത്. അപ്പോക്കും പോയി പൂവിടാനും ഇതിനൊന്നും താല്പര്യമില്ല, വലിയ കുട്ടിയായില്ലേ. പിന്നെ ഇതാ നമ്മളെ തുമ്പ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ തുളസി, ഇത് നമ്മളെ പഴയ വീടിൻ്റെ ഓർമ്മയ്ക്കുള്ള തുളസിയാണ് കേട്ടോ. ആ വീടിൻ്റെ മതിൽമ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുമൊന്ന് ഉണ്ടായതാ. അതൊന്നോ എടുക്കൂല, ഇത് എടുക്കൂലെന്നല്ല, ഇത് 10 മണി മുല്ലയാണ്. ഇത് 10 മണിയാവണം ഇത് വിരിയണമെന്നുണ്ടെങ്കിൽ. വിരിഞ്ഞ് കുറച്ച് മോട്ട് വെച്ചവിടെ വെച്ചാതില്ലേ. കടലാസ് പൂവുണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു അലങ്കാരപ്പൂക്കളാണ് അതൊക്കെ. അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇങ്ങനത്തെ പൂവ് ഇടണം. പൂവിടണമെങ്കിൽ നമ്മളെ ബാലവാടിയിൽ കുറച്ച് പൂക്കളുണ്ട് കേട്ടോ. കുറച്ചല്ല, ഒറ്റത്താരമുള്ളൂ. അതൊന്ന് പോയി ഒക്കെ എന്നല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മന്ദാരം, ഇത് പണ്ടേക്കും പണ്ട് ഇവിടെ ഉള്ളതാണ്. കുറേ ചെത്തിക്കൊരു മുറ്റൊക്കെ നന്നാക്കിയാൽ പോയിട്ടുണ്ട്. എന്നാലും ഇതിൽ ചെറിയ ഒരു ഭാഗം ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വീണ്ടും ഇപ്രാവശ്യം ഉണക്കൂടാൻ കിട്ടി. അത് വേസ്റ്റാണ്. നടുകിലായിട്ട് നമ്മളെ വലിയൊരു ഉണ്ട ചെമ്പരത്തിൻ്റെ കേട്ടോ. തുമ്പപ്പൂവ് അതിനൊപ്പം തന്നെ ഒരു തുളസി. എന്താണ് അമ്മ ഉണ്ട് ഇപ്പൊ പാട്ടൊക്കെ പാടിയിരുന്നല്ലേ. അമ്മ പാട്ടുമ്പോൾ ഭയങ്കര ചുമ ഉണ്ട് കേട്ടോ. ഇൻഫെക്ഷൻ കയറിയിട്ട് ഒരിക്കലും വിചാരിച്ചത് ഇൻഫെക്ഷൻ കയറുന്നു. പിന്നെ ഇപ്പൊ ചുമ കഴിഞ്ഞ വർഷം കണ്ടില്ലേ പാട്ട് പാടിയിട്ടും എല്ലേ തൊട്ട് തിരുവോണം വരെ പാട്ടും കാര്യം പൂ വരയ്ക്കലും എല്ലാ ഇത് ഒരുമിച്ച്. ഇപ്പൊ ഈ വർഷമാണ് നമുക്കൊരു ഇങ്ങനെ എത്ര ഓണായത്. പക്ഷെ അതിന്റെ മുമ്പത്തെ വർഷമല്ല അല്ലേ, 2 വർഷം പിന്നെ പേടിച്ച ഓണായിരുന്നു. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമാധാനമാണ്. അപ്പം ചുമയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിനൊരു മരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ആടലോടൊക്കെ എന്തൊക്കെ സ്പെഷ്യൽ നമുക്ക് ചെയ്യണ്ടേ? ഓണപ്പൂക്കൾ ഇടുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും സ്പെഷ്യലുകളൊക്കെ വേണം. ഞാൻ ഒന്നാമതൊക്കെ ഇന്ന് സംസാരിക്കാനായത് നിന്നാട്ടോ. സംസാരിക്കാനായി എന്ന് അറിയില്ല. നമുക്ക് ഒന്നുകൂടി ഇപ്പം നിന്ന് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ചെസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ വന്നത് എങ്ങനെ നോക്കണം. ഇതെന്താ ഇപ്പൊ എന്താ എനിക്ക് പൂവിടാ എന്നൊരു ഉത്സാഹമല്ലല്ലോ അപ്പൂസേ? വലുതായി നോക്കുമ്പോ വലുതായപ്പോ ഇഷ്ടല്ല ഉണ്ടോ? കൂടുതൽ പെട്ടെന്ന് തീർന്നു. 2 തരങ്ങളുണ്ടേ. നമുക്ക് ഒരുപാട് പൂട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതളൊക്കെ വെച്ച് ഇങ്ങനെ വട്ടം വെക്കാനും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ കുറേ സമയം എടുക്കുക. അപ്പം നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ കുളിച്ച് വിളക്കിച്ചിതാ പൂവിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു രസമല്ലേ ഒരു പൂവ് പട്ടം. ഇനി അതാണ് മലയക്കൂടെയൊക്കെ. പിന്നെ കൂടുതൽ ഇപ്പൊ മറ്റേ പൂക്കൾ ഇറങ്ങണുണ്ട്, വാങ്ങണ പൂക്കള്. ഞങ്ങൾ ഒരു ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മള് പറിച്ച് ഇങ്ങനെ ഇടുന്നതിനോട് ഒക്കൂല. അതാണ് രസം. വാങ്ങിക്കൊടുന്നത് രസം കഴിഞ്ഞില്ലേ. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ പൂവ്. രസമുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ പോവാണേ. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല.
കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കൂട്ടണില്ല. അപ്പോൾ സന്തോഷേട്ടനൊക്കെ പനിയായിരുന്നു. അപ്പോൾ ചമ്മന്തിയിലൊക്കെ ഒതുക്കിയതേനെ. അപ്പോൾ രാത്രിക്ക് ഇപ്പോൾ അതേപോലെ ആവണ്ട, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയാണ്. അപ്പൂസിനെ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ അടുപ്പ് കത്തലില്ല കേട്ടോ, അതാ പ്രശ്നം. അപ്പോൾ ലൈറ്റ് എടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇങ്ങനെയൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മത്തനാണ് കേട്ടോ, പച്ച മത്തന, അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞില്ല. അത് പരിപ്പ് ഇട്ടിട്ട് പച്ചമുളക് കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. ഗ്യാസ് കിട്ടിയിട്ടില്ലേ, തീർന്നിട്ട് 2 ആഴ്ചയായി. അപ്പോൾ വിറക് കറക്റ്റ് ഗ്യാസ് തീരുന്നത് തലേദിവസമാണ് വിറക് ഞാൻ വാങ്ങിയത്. അത് കാരണം രക്ഷപ്പെട്ടു. പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കീറ് വലിയ ഉരുണ്ട കഷ്ണം കൊണ്ട് മുറിച്ചെടുത്ത് ചെത്തിയെടുത്ത് കൊണ്ടുവരണേ. ശരിക്കും ഉണക്കാത്തൊരു വിറകുമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്താ പറയുക, എൻ്റെ ഒരു അച്ഛൻ്റെ അമ്മായി ഉണ്ട് കേട്ടോ. ആളിപ്പോൾ എല്ലാം മരിച്ചുപോയി. ആള് മത്തം കിട്ടിയാൽ ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. അമ്മായിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആയിട്ടാണെന്ന് അറിയില്ല, അതിന് പ്രത്യേക രസമാണ്. അപ്പോൾ ഞാൻ ഓണത്തിനൊക്കെ അതാണ് അമ്മായിൻ്റെ ഒരു സ്പെഷ്യൽ. എന്ത് കറിയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ മത്തനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഞാനിന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അതിന് മത്തം വേകുമ്പോഴേക്കുള്ള ഒരുക്കങ്ങളാണ്. കുറച്ച് നാളികേരം വേണം കേട്ടോ. അപ്പോൾ നാളികേരം ഒന്ന് ഇങ്ങനെ കഷ്ണം അല്ലാതെ ഇങ്ങനെ ഒന്ന് ചിരകിയെടുക്കണം ആദ്യം. അപ്പോൾ പറഞ്ഞ് ഓണം ഇവിടെ എത്തിയില്ലേ, 25-ാം തീയതി 1-ാം ഓണം, 26 എങ്ങനെയാണ് പോവുക. അപ്പോൾ എല്ലാവരും ഓണം നബിദിനത്തിന് അപ്പോൾ ഓണക്കോടിയൊക്കെ എടുത്തോ? നമ്മള് ഓണക്കോടി നമ്മളതിന് കുറെ ആൾക്കാർ എടുത്തില്ലല്ലേ, സന്തോഷം. പിന്നെ നമുക്ക് കിട്ടിയ ഓണക്കോടി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെതും അമ്മേൻ്റെതും ഇനിയിപ്പോൾ സന്തോഷേട്ടൻ്റെതും എന്താ അപ്പൂസിൻ്റെതും ഒക്കെ മുണ്ടൊക്കെ ഒന്ന് വട്ടടിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. പിന്നെ അതൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും. മെഷീനിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. വിറക് ആവശ്യം കഴിയുമ്പോൾ നല്ലോണം കത്തും. അപ്പോഴേക്കും നമ്മളെ ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അണയ്ക്കണം. അതൊക്കെ വേണ്ട. അപ്പോൾ കണലിങ്ങനെ മുകളിട്ടതാണ്. നമ്മളെ മത്തന് നോക്കി നല്ലോണം വന്ന് കുറച്ച് പണികൾ എടുക്കാൻ പോയി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കറി ആയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടായി വെച്ചത് ആടലോടകമാണ് കേട്ടോ. ഇത് അമ്മയ്ക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് നല്ലോണം നമ്മൾ ചൂടാക്കി എടുത്തിട്ടേ പൊടിക്കാൻ പോവുകയാണേ, ചുമയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ നാടൻ പ്രയോഗമൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ വിചാരിച്ചു. നല്ല ചുമണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അതിന് അമ്മയ്ക്ക് വയ്ക്കണ സമയത്ത് തന്നെ ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ടാട്ടോ ഞാൻ ചെയ്ത് നോക്കുന്നത്. അതൊക്കെയുള്ള നിച്ചം വെച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കുകയാണ് എൻ്റെ അറിവനുസരിച്ച്. അപ്പോൾ ആടലോടകത്തിൻ്റെ നടുവത്തെ നാര് നീക്കിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇത് ഓടിൻ്റെ ഓടല്ല മണ്ണിൻ്റെ അതില്ലേ പത്തിരിച്ചട്ടി, അതിൽ വെച്ചിട്ട് നല്ലോണം ഉണക്കിയെടുക്കണേ. അപ്പോൾ ആ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ ഇതൊക്കെ എല്ലാം ചൂടായി കിടക്കണേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് ചൂടായി പിന്നെ അതിലിട്ട് കുറച്ചാക്കിയാലും ഇപ്പോൾ ഏകദേശം ഇതിന് നീരൊക്കെ വറ്റി തുടങ്ങിയ. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്താണെന്നറിയോ, മത്തനും പിന്നെ അതേപോലെ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം വേവിച്ച് വെച്ചു. പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനിയിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പം ചൂടായ എണ്ണയ്ക്ക് ഒരു കുറച്ച് അല്ലാതെ അരി ഇടിക്കല്ല, അത്രയൊന്നും വേണ്ടേ. അമ്മയ്ക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞു അവനോട്. കുരുമുളകും വേണം, ചെറുജീരകം വേണം. ഈ കൈക്ക് ആടലോടകത്തിൻ്റെ ആ രുചി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിയൊക്കെ നമ്മൾ ചേർത്തെടുക്കുന്നത്. കൂട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് പോകണം. അറിഞ്ഞില്ല. അപ്പം ഓനെ ഞാൻ അടുക്കളേക്ക് ചേർത്ത് ഉണക്കി വിളിക്കുക. അപ്പോൾ ഈ ഇതിക്ക് ഞാൻ എന്താ നാളികേരം തൊടുക്കണം കേട്ടോ. കഴിഞ്ഞിട്ടോ പരിപാടി. അടുക്കളയത്തോട് പോവാം. ലാസ്റ്റ് ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഈ നാളികേരത്തിന് നമ്മൾ സാമ്പാർക്കൊക്കെ വറക്കും പോലെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക, നല്ല ചുമപ്പായിട്ട്. അപ്പോൾ ഇങ്ങനെ കറി വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയണേ. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ട്. നമ്മൾ വായിക്ക് എല്ലാവർക്കും എങ്ങനെയൊന്നും അറിയില്ല ഓരോ സ്ഥലത്തേക്ക്. അപ്പോൾ അത് അമ്മായിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ അമ്മായിനെ ഓർക്കണുണ്ട് ഈ സമയത്ത്, ഓർക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നാളികേരമൊക്കെ എന്താ സാമ്പാർ പോലെ സാമ്പാർക്ക് അരയ്ക്കുന്ന പോലെയൊക്കെ മൂപ്പിച്ചെടുത്തു. അതിലേക്ക് കറിവേപ്പില ഇട്ടു, ഒരു ഉണക്കമുളകിനെ ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഉണക്കമുളകിൻ്റെ ഇതിട്ടാ. അപ്പോൾ ഇനി നമ്മളത് കറിക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരയ്ക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരിട്ട് കറിയിൽ ഒന്ന്
മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഉടച്ചിട്ട് ഞാൻ മൊത്തം ഉടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. എളുപ്പമല്ലേ? എളുപ്പമായിട്ട് അടുപ്പത്ത് വയ്ക്കുക. വേവുന്ന സമയത്ത് വറുത്തിടുന്ന സമയത്ത് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കാതെ ഉണ്ടാക്കി നോക്കുകളി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. കറി റെഡി. ഇനി ഞാൻ അമ്മേൻ്റെ മരുന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നാളെ കാണാൻ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ.